ഇമാം മാലിക് റഹിമഹുള്ളയുടെ അടുക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ, നിബിതങ്ങളുടെ പേര് പറയപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ നിറം മാറുമായിരുന്നു എന്നാ. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന്റെ തലയും നെഞ്ചും ഒക്കെ ഇങ്ങനെ കുനിഞ്ഞു വരുന്ന. അപ്പൊ ഇമാം മാലിക് റഹിമഹുള്ള മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ എടുക്കുന്നത് എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കുറെ പറയേണ്ടി വരുമല്ലോ. പേര് പറയുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ നിറം മാറുന്നു, അദ്ദേഹത്തിന്റെ നെഞ്ചും തലയൊക്കെ ഇങ്ങനെ കുനിഞ്ഞു വരുന്നു. സദസ്സിലുള്ള പലർക്കും ഇതൊരു ബുദ്ധിമുട്ടാകാൻ തുടങ്ങി. എപ്പോഴും എന്നും കുന്നു ഇതന്നെ പരിപാടി. അപ്പോൾ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ചെറിയ വിമർശനം കേൾക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ചെറിയ വിമർശനം കേട്ടു. ആളുകൾക്ക് ബുദ്ധിമുട്ടായി, ഇതെന്നും കൊന്നും ഇതന്നെ പരിപാടി. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ല തിരിച്ചു പറഞ്ഞു, ലൗ റഅയ്തും മാ റഅയ്ത് ലമാ അൻകർതും അലിയ മാ തറൗൻ. ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ചെയ്യുന്നതിന് നിങ്ങൾ വിമർശിക്കുമായിരുന്നില്ല, ഒരു അസാധാരണ സംഭവമായി നിങ്ങൾ കാണുമായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം കണ്ട കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്, ലഖദ് കുന്തു അറാ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ. ഞാൻ മുഹമ്മദ് ഇബ്നുൽ മുൻകദിറിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഖാരികളുടെ നേതാവാണ്. അദ്ദേഹത്തോട് എപ്പോഴെല്ലാം ഏതൊക്കെ ഹദീസുകൾ ചോദിക്കപ്പെടുമോ അപ്പോഴൊക്കെ അദ്ദേഹം കരഞ്ഞിട്ടല്ലാതെ മറുപടി പറയാൻ കഴിയുമായിരുന്നില്ല. ഹത്താ നർഹമുഹു, ഞങ്ങൾക്ക് അദ്ദേഹത്തോട് സഹതാപം തോന്നുന്ന അവസ്ഥയിൽ അദ്ദേഹം കരയുമായിരുന്നു. വലഖദ് കുന്തു അറാ ജഅഫർ ഇബ്നു മുഹമ്മദ്, ജഅഫർ സാദിഖ് റഹിമഹുല്ലയെ ഞാൻ കാണുമായിരുന്നു. അദ്ദേഹം വളരെയധികം ചിരിക്കുന്നയാളും അനുവദനീയമായ തമാശകൾ പറയുന്ന ആളുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അടുക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ നിറം മഞ്ഞ വർണ്ണമാകുമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പോലും ശുദ്ധിയില്ലാതെ ഹദീസ് പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടേയില്ല. വീണ്ടും ഇമാം മാലിക് പറയാ, ഞാൻ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഖാസിം റഹിമഹുല്ലയെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയപ്പെട്ടാൽ പിന്നീട് നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുക അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് രക്തം മുഴുവൻ വാർന്നു പോയതുപോലെ നിങ്ങൾക്ക് തോന്നുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, നബിതങ്ങളുടെ പേര് പറയപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ നാവ് വരണ്ടുണങ്ങി പോവുകയായിരുന്നു. ഹൈബത്തൽ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഭയഭക്തിയും ആദരവും കാരണം അദ്ദേഹത്തിന്റെ രക്തം വാർന്നു പോയതുപോലെ നിങ്ങൾക്ക് തോന്നുമായിരുന്നു. ഞാൻ സുഹരി റഹിമഹുല്ലയെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ജനങ്ങളോട് നല്ല മിങ്കിളാകുന്ന, എല്ലാവരോടും നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന മഹാനവറുകളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ അടുക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയപ്പെട്ടാൽ പിന്നീട് അദ്ദേഹം എനിക്ക് നിന്നെയും പരിചയമില്ല, നിനക്ക് എന്നെയും പരിചയമില്ല എന്നൊരവസ്ഥയിലേക്കായി മാറുമായിരുന്നു. അതായത് നബിയോടുള്ള അതിയായ ആദരവും ഭക്തിയും കാരണം സാധാരണമായ സംസാരവും സൗഹൃദപരമായ ഇടപെടലും ഒക്കെ മറന്നുകൊണ്ട് ഒരു പ്രത്യേക ഗൗരവത്തിന്റെ അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇമാം മാലിക് റഹിമുള്ള പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയപ്പെടുന്ന മാത്രയിൽ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ചാണിത്. അതായത് അദ്ദേഹം പറഞ്ഞു വരുന്നത്, ഞങ്ങൾ മനഃപൂർവ്വം കാട്ടിക്കൂട്ടുന്നതല്ല ഇത്, അല്ലെങ്കിൽ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യമല്ല ഇത്, മറിച്ചോ ഇതൊരു ഓട്ടോമാറ്റിക് റിയാക്ഷനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന, ഞങ്ങൾ അറിയാതെ വരുന്ന മാറ്റങ്ങളാണ്. അതിന്റെ പേരിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ നിങ്ങളെ എങ്ങനെ വിമർശിക്കും എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ചോദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തണം.